കൊച്ചിയിൽ പുതുവത്സര ആഘോഷങ്ങൾക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി പോലീസ്. അനിയന്ത്രിതമായ ജനത്തിരക്ക് തടയും. പരേഡ് ഗ്രൗണ്ടിൽ ഒഴികെ മറ്റൊരിടത്തും പപ്പാഞ്ഞിയെ കത്തിക്കാൻ അനുവദിക്കില്ല എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. നമുക്ക് ശ്യാം പ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട്. ശ്യാം, ഗുഡ് മോർണിംഗ്. കർശനമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ലംഘിച്ചാലുള്ള നടപടിക്രമങ്ങൾ എന്തായിരിക്കും? അതിനായിട്ടുള്ള എന്തൊക്കെ ഒരുക്കങ്ങളാണ് അവിടെ ഉള്ളത്? മോത്തി, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് ഈ പരേഡ് ഗ്രൗണ്ടിലാണ്. പരേഡ് ഗ്രൗണ്ടിൽ ഇപ്പോൾ നമുക്ക് കാണുകയാണെങ്കിൽ ഒരു വലിയൊരു കൂറ്റൻ പപ്പാഞ്ഞി ഇവിടെ തയ്യാറായി വരുന്നുണ്ട്. ആ പപ്പാഞ്ഞിയാണ് ഇവിടെ കത്തിക്കുക. സാധാരണ എല്ലാ കൊല്ലവും ഇവിടെയാണ് വലിയൊരു പപ്പാഞ്ഞി കത്തിക്കുക. പക്ഷേ ഇക്കുറി ഈ പരേഡ് ഗ്രൗണ്ടിന് സമാനമായിട്ട് അപ്പുറത്തെ വെളി ഗ്രൗണ്ടുണ്ട്, അവിടെയും ഒരു പപ്പാഞ്ഞി ഒരുങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ പപ്പാഞ്ഞിയെ കത്തിക്കാൻ അനുവദിക്കുകയില്ല എന്നാണ് നിലവിൽ ജില്ലാ ഭരണകൂടം പറഞ്ഞിരിക്കുന്നത്. കാരണം അത്തരത്തിൽ പലയിടങ്ങളിലായി പപ്പാഞ്ഞിയെ കത്തിക്കുമ്പോൾ കൂടുതൽ സുരക്ഷയും കാര്യങ്ങളും ഒരുക്കേണ്ടി വരും. അത്തരം കാര്യങ്ങളൊക്കെയാണ് നിലവിലിപ്പോൾ നമ്മോടൊപ്പം പപ്പാഞ്ഞി ഇത് കാർണിവൽ കമ്മിറ്റി അംഗമുണ്ട് സ്റ്റീഫൻ. ചേട്ടാ, എന്തുകൊണ്ടാണ് ഈ RDO പറഞ്ഞിരിക്കുന്നത് ഈ പപ്പാഞ്ഞി ഒരു സ്ഥലത്ത് മാത്രം കത്തിച്ചാൽ മതി, മറ്റു സ്ഥലത്തെ പൊളിച്ചു മാറ്റണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? RDO എന്തുകൊണ്ടാണ് അതിൻ്റെ ഭരണകൂടത്തെ തീരുമാനം എന്നുള്ളത് നമുക്കറിയില്ല. കാരണം അത് കാർണിവൽ കമ്മിറ്റിയുടെ ഭാഗമല്ല. ഈ കൊച്ചിയിലെ എല്ലാ സ്ഥലങ്ങളിലും പപ്പാഞ്ഞിയെ കത്തിക്കുക എന്നുള്ളൊരു ആഘോഷമാണ്. ഫോർട്ട് കൊച്ചിയിൽ നടക്കുന്ന പപ്പാഞ്ഞിയെ കത്തിക്കൽ കാർണിവൽ കമ്മിറ്റി നടത്തുന്ന ഒരു ആഘോഷം എന്നല്ല, വലിയൊരു ആഘോഷവും ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നല്ലാതെ കയറിയിട്ട് വിവിധ ക്ലബ്ബുകളും കാര്യങ്ങളൊക്കെ കത്തിക്കുന്നുണ്ട്, അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ കാര്യത്തിനകത്ത് ഇക്കാര്യത്തിൽ മൊത്തത്തിൽ ഈ പ്രാവശ്യം ഗവൺമെൻറ് നിയന്ത്രണത്തിലാണ്. ഇവിടെ തന്നെ സ്റ്റേജിനും പപ്പാഞ്ഞിക്കും ബാരിക്കേഡ് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ വർഷവും ഒരുക്കാറുള്ളതാണ്. ഇത്തവണ അതിന് വ്യത്യസ്തമായിട്ട് ഗ്രൗണ്ടിൽ സുരക്ഷാ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള കാര്യങ്ങൾ ബാരിക്കേഡിൽ കെട്ടണം എന്ന് പറഞ്ഞു. ഇതുവരെ നടക്കാത്ത കാര്യങ്ങളാണ്. നമ്മളത് ചേട്ടാൻ തയ്യാറാണ്. കാരണം സുരക്ഷയാണ് പ്രധാനം എന്ന നിലയിൽ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കും എന്നുള്ളതാണ് ഇതിനെ ഞങ്ങൾക്ക് പറയാം. കഴിഞ്ഞ പ്രാവശ്യം വലിയ രീതിയിൽ പ്രതിസന്ധികളൊക്കെ ഉണ്ടായതാണ്. കാരണം വലിയൊരു ക്രൗഡ് ഇങ്ങോട്ടേക്ക് വരികയും അപ്പോൾ ഈ പ്രാവശ്യം അതിനെയൊക്കെ മാനേജ്മെൻറ്റ് ചെയ്യാൻ തരത്തിലുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടോ? അതിനുള്ള കാര്യം ടോയ്ലറ്റ് ഫെസിലിറ്റീസും മറ്റു കാര്യങ്ങളെല്ലാം ഗവൺമെൻറ്റിനും കോർപ്പറേഷൻ ഉത്തരവാദിത്ത കാര്യങ്ങളാണ്. ഞങ്ങളെ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിക്കുന്ന കാര്യത്തിനകത്ത് ഗവൺമെൻറ്റാണ് മുഖ്യമായും പോലീസും സംവിധാനമാണ് നിർത്തുന്നതെങ്കിൽ ആളുകളോട് എൻട്രി പാസ് ഇല്ലാത്തതുകൊണ്ടും മുന്നൊരുക്കങ്ങളിൽ ഇത്ര പേര് വരാൻ പോകുന്നു അല്ലെങ്കിൽ ഇത്ര പേര് വരണ്ടെന്നോ പറയാനുള്ള അധികാരം കാർണിവൽ കമ്മിറ്റിക്കില്ല. പക്ഷേ അത് വളരെ കൃത്യമായി തന്നെ പോലീസും അധികാരികളും കൂടി അവരെ തടയേണ്ടതും ഗവൺമെൻറ് അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് ഗ്രൗണ്ട് നിറയുന്നതനുസരിച്ച് ഇനി ആൾക്കാരെ കയറ്റേണ്ടതില്ല എന്നും ഇറങ്ങാനുള്ള വഴികളും കാര്യങ്ങളൊക്കെ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ ഇറങ്ങാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. മറ്റു കാര്യങ്ങളിൽ ആൾക്കാർക്ക് മെഡിക്കൽ സൗകര്യങ്ങൾ, എന്തെങ്കിലും പെട്ടെന്ന് ശ്വാസം മുട്ട് വരികയോ എന്തെങ്കിലും പറഞ്ഞ ചെയ്തില്ലെങ്കിൽ ഒരു നിസ്സാര കാര്യങ്ങളുണ്ടായാൽ പോലും ചെയ്യാനുള്ള കുടിവെള്ളം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. വളരെ ആളുകൾ കുറഞ്ഞ് ഈ പ്രാവശ്യം അകത്തേക്ക് കിട്ടുള്ളൂ. ശാന്തമായി